ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു വാപ്പയുടെ ഖബറിന്റെ അരികിലേക്ക് നടന്ന് ചെല്ലുകയാണ്. വല്ലാത്ത പേടിയുണ്ട്, ഖബറുകളല്ലേ, പാതിരാ സമയമല്ലേ. അങ്ങനെ വാപ്പാന്റെ ഖബറിന്റെ അടുത്തങ്ങോട്ട് ചെന്ന് നിന്ന് രണ്ട് കൈ അങ്ങോട്ട് വെച്ച് ഫാത്തിഹ ഓതുകയാണ്. എന്തൊരു ഭാഗ്യമുള്ള വാപ്പച്ചിയാ. അല്ലാഹുവിന്റെ റമളാൻ മാസത്തിൽ തനസ്സലുൽ മലായിക വറൂഹു ഫീഹാ, അള്ളാന്റെ മലക്കുകൾ പറന്നിറങ്ങുന്ന ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ പൊന്നുമോൻ വാപ്പച്ചിക്ക് വേണ്ടി ദുആരക്കുകയാണ്. പെട്ടെന്നറ ഓ വാപ്പാന്റെ ഖബറിന്റെ അടുത്തിരുന്ന് ദുആരക്കുമ്പോ ഭയാനകരമായ ഒരു നിലവിളി കേൾക്കുകയാണ്. എവിടെ നിന്നാണെന്നറിയില്ല. ഒരു മനുഷ്യന്റെ നിലവിളി, പച്ചക്കൊരു മനുഷ്യനെ തീക്കട്ടയിൽ വലിച്ചെറിയുമ്പോ അയാൾ കിടന്ന് നിലവിളിക്കുന്ന പോലെ നിലവിളിക്കുകയാ. ഒരു മനുഷ്യന്റെ ശരീരത്തെ പച്ചക്ക് വെട്ടി അരിയുമ്പോ അയാൾ കിടന്ന് നിലവിളിക്കുന്ന പോലെ ഭയാനകരമായ ഒരു നിലവിളി മുഴങ്ങി കേൾക്കുമ്പോ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പേടിച്ചു പോവാണ്. പടച്ചവനെ, എവിടെന്നാണ് ഈ നിലവിളി വരുന്നത്? പള്ളിക്കകത്തിരുന്നാണോ? ഒരിക്കലുമല്ല അല്ലാഹ്, ഒരിക്കലുമല്ല അല്ലാഹ്. ഞാൻ നിസ്കരിച്ചിട്ട് ഇത്തികാഫിരുന്നിട്ട് പുറത്തിറങ്ങി വന്ന പള്ളിക്കകത്തിരുന്ന് ആരെങ്കിലും വിളിച്ചാൽ ഉറപ്പായും ഇവിടെ കേൾക്കാൻ പറ്റൂല. പള്ളിയിൽ നിന്ന് ഒരുപാട് അകലത്താണ് ഖബർസ്ഥാനുള്ളത്. അപ്പൊ അയാൾ ചിന്തിച്ചു, ഖബർസ്ഥാന്റെ അകത്തിരുന്നാണോ, ഈ ഖബറടക്കാനുള്ള കോമ്പൗണ്ടിനകത്തിരുന്നാണോ നിലവിളി കേട്ടുകൊണ്ടിരിക്കുകയോ? അല്ലോ 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 എന്നുള്ള നിലവിളി കേൾക്കുമ്പോ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കിടുകിടാ വിറയ്ക്കുകയാണ്. ആ നിലവിളി കേട്ട ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ടവര് നടന്നു പോവുകയാ. എവിടെയാണ് ആ നിലവിളി കേട്ടതെന്നറിയാ? എവിടെയാണ് ആ നിലവിളി കേട്ടതെന്നറിയാ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ ഒരു പഴയ ഖബറാണ്, പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ഒരു പഴയ ഖബറാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ അടുത്തിരുന്ന് ദുആ ചെയ്യുകയാണ്. നിലവിളിയെല്ലാം കഴിഞ്ഞു. ബഹുമാനപ്പെട്ടവർ പള്ളിയിലേക്ക് തിരിച്ചു വന്നു. ആ പള്ളിയിൽ നമസ്കാരത്തിന് വന്ന ഏറ്റവും പ്രായം കൂടിയ ഒരു മനുഷ്യനോട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഒരു ഖബർ കാണിച്ചു തരട്ടെ, ഒരു ഖബർ കാണിച്ചു തരട്ടെ. ആ ഖബറിന്റെ അകത്ത് അടക്കിയിരിക്കുന്നത് ആരെയെന്ന് പറയുവോ? ആ ഖബറിന്റെ അകത്ത് അടക്കിയിരിക്കുന്നത് ആരെയെന്ന് പറയുവോ? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് ആ ഉപ്പ പറഞ്ഞു, തങ്ങളെ ഒരു 35 വർഷത്തിനകത്ത് ആരെയൊക്കെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ടോ അവരെ മുഴുവനും എനിക്കറിയാ. ഒരു 35 വർഷത്തിനകത്ത് ആരെയൊക്കെ ഇവിടെ ഖബറടക്കിയിട്ടുണ്ടോ അവരെ മുഴുവനും എനിക്കറിയാ. അങ്ങനെ ഉപ്പയുടെ വിരൽ തുമ്പ് പിടിച്ച് തലേ ദിവസം രാത്രിയും നിലവിളി മുടങ്ങി കേട്ട ആ ഖബറിന്റെ ഭാഗത്തേക്ക് പോയിട്ട് ചോദിക്കുന്നു, ഇതാരുടെ ഖബറാ? അനുഗ്രഹത്തിന്റെ പേമാരി പെയ്തിറങ്ങുന്ന റമളാൻ മാസത്തിൽ പോലും ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന വ്യക്തിക്ക് സമാധാനമില്ല. ആ ഖബറിന്റെ അകത്ത് കിടന്നവൻ ഇന്നലെ രാത്രി പോലും നിലവിളിച്ചതാ. 27-ാം രാവിന്റെ മനോഹരമായ രാത്രിയല്ലേ, റമളാന്റെ ദിവസത്തിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട രാവല്ലേ. ആ ദിവസം പോലും ഇത്രത്തോളം ഖബറിന്റെ അകത്ത് കിടന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ നിലവിളിക്കണമെങ്കിൽ ഇയാൾ എന്തോ വലിയ തെറ്റ് ചെയ്തവരാണ്. ആ ഉപ്പ പറയുന്നു, ഇല്ല തങ്ങളെ, എന്റെ അറിവിൽ ഇയാൾ വലിയ തെറ്റൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് ആ ഉപ്പ പറയുകയാണല്ല, അല്ല ഈ മനുഷ്യനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റെന്തെന്നറിയോ? വാർദ്ധക്യത്തിന്റെ പടിങ്കുഴിയിൽ വീണപ്പോ ഉള്ള സമ്പാദ്യം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുത്തു, പൈസ ഇരട്ടിപ്പിക്കണ്ടേ, പൈസ വളർത്തണ്ടേ, ഒരുപാട് പണമുണ്ടാക്കണ്ടേ, പ്രായം ഒരുപാടായില്ലേ, ശരീരം ഒരുപാട് മെലിഞ്ഞു പോയില്ലേ, ഇനി നമുക്ക് ഒരുപാട് പണമുണ്ടാക്കാൻ പറ്റൂല, അതുകൊണ്ട് നമുക്ക് പലിശയ്ക്ക് കൊടുത്താലോ. അങ്ങനെ മരിക്കുന്നതിന്
മുമ്പ് ഒരു 3 മാസക്കാലം അവര് പലിശയ്ക്ക് കൊടുത്തിട്ട് ജീവിച്ചവരാ. അവര് പലിശയ്ക്ക് കൊടുത്തിട്ട് ജീവിച്ചവരാ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു മണ്ണ് വാരി തലയിലിട്ടിട്ട് പൊട്ടിക്കരയാണ്. റമളാനിൽ പോലും സമാധാനമില്ലാത്ത ഖബറാ, 27 രാവിൽ പോലും സ്വസ്ഥതയില്ലാത്ത ഖബറാ. പലിശ വാങ്ങുന്നവര്, പലിശയ്ക്ക് കൂട്ടി നിൽക്കുന്നവര്, പലിശയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സഹകരിക്കാത്തവര്, ആ പലിശ എന്ന മഹാമാരി മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയാ, സ്നേഹിച്ചു പോയാ, ആ പലിശയെ കൂടെ കൊണ്ട് നടന്നു പോയാ ഖബറിന്റെ അകത്ത് സുബ്ഹാനല്ലാഹ് ഒരു നല്ല ദിവസം പോലും സമാധാനമില്ല. ചില സ്വാലിഹീങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം